ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേണിംഗ് സ്വാഗതം. എൻ്റെ ഇന്നത്തെ ക്ലാസ് ഷോർട്ട് വീഡിയോ ആണ്. എക്സലിൻ്റെ കുറച്ച് ഫങ്ഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയ ചെറിയ ഷോർട്ടായിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. എല്ലാവരും എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യണം. എക്സലിലെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ പേർക്ക് അത് ഡൗട്ട്സുകളുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൾ ചെയ്യുന്നവരുണ്ട്. എല്ലാവരും ഡൗട്ട്സുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കമൻറ്റിൽ അറിയിക്കണം. ഫങ്ഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഫ്, സം അറിയാലോ, സബ്സ്ട്രാക്ഷൻ, അഡീഷൻസ് അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ തന്നെ മിനിമം കാണുക, ഏവറേജ് കാണുക, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതിലെ കുറച്ച് ഫങ്ഷൻസ് ആണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. 4 എണ്ണോ ഒരു 3 എണ്ണമായിട്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഷോർട്ട് ക്ലാസ്സാണ്. എക്സലിലെ കുറച്ച് ഫങ്ഷൻസ്, കുറച്ച് കൂടുതൽ ഫങ്ഷൻസ് ഉണ്ട്. കുറച്ചായിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നത്. സമ്മ്, കോൺകാറ്റനേറ്റ്, കൗണ്ട്, ഇതാണ് ക്ലാസ് എടുക്കുന്നത്. അതിൽ സം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും കുറച്ച് കാര്യങ്ങൾ സമ്മിനെ കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. സം എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. 2 അതിലധികമോ സെല്ലുകൾ ഉള്ള ഡാറ്റ അല്ലേ, 2 അതിലധികമോ സെല്ലുകൾ ഉള്ള ഡാറ്റ റേഞ്ചിലെ തുക കാണാൻ ഉപയോഗിക്കുന്നതാണ് സം എന്ന് പറയുന്നത്. കുറച്ച് സെല്ലുകളിൽ കുറച്ച് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടോട്ടൽ ഇവിടെ എന്ത് ചെയ്യണം? ടോട്ടലായിട്ട് വരണം അല്ലേ. ഈ കോളത്തിൻ്റെ ടോട്ടൽ ഇവിടെ വരണം. അപ്പോൾ എന്ത് ചെയ്യണം? ഈക്വൽ ടു, ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈക്വൽ ചെയ്ത് കൊടുക്കുക. ഈക്വൽ ചെയ്തതിന് ശേഷം എന്ത് കൊടുക്കുക? സം, SUM, സം, ബ്രാക്കറ്റ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഷിഫ്റ്റ് 9 ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? എവിടെ നിന്നാണോ സെലക്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവിടെ വരെ സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എൻ്റർ കൊടുക്കുക. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി റൈറ്റിലോട്ട് കൂടി ഡ്രാഗ് ചെയ്യുക. നമ്മൾ ഫസ്റ്റത്തെ സെല്ലിൽ തുക കണ്ടു, അതിനുശേഷം റൈറ്റിലേക്കും കൂടി നമ്മൾ ഡ്രാഗ് ചെയ്യുക. ഈ സെല്ലിൽ വെച്ചുകൊണ്ട് തന്നെ പ്ലസ് പോലെ ഞാൻ വരും. എക്സലിൽ ഞാൻ നന്നായിട്ട് ഡീപ്പായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ പറയണേ, പ്ലസ് പോലെ വരുന്നതാണ്. ഇവിടെയല്ല വെക്കേണ്ടത്. ഈ കോർണറിൽ പ്ലസ് പോലെ വരുമ്പോൾ നിങ്ങൾ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ മനസ്സിലായല്ലോ. ഇതുപോലെ സമ്മ് കാണാൻ പറ്റും കേട്ടോ. ഇതുപോലെയാണ് ചെയ്യുക. മനസ്സിലായല്ലോ. പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാം. ഈക്വൽ ടു, ഈക്വൽ, സം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? എവിടെ നിന്നാണോ നിങ്ങൾ ഡ്രാഗ് ചെയ്യുന്നത്, സമ്മിന് വേണ്ടി ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക. വളരെ എളുപ്പമാണ്. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റിലോട്ട് കൂടി ഡ്രാഗ് ചെയ്യുക. മനസ്സിലായല്ലോ. ഇനി ഇതുപോലെയാണ്, ഡിഫറെൻറ്റ് സെല്ലിലാണ് ഡാറ്റ കിടക്കുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും സെല്ലിൽ നമുക്ക് ടോട്ടൽ കാണണമെങ്കിൽ വെറുതെ സെല്ലിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. ഏത് സെല്ലിൽ വേണമെങ്കിലും കൊണ്ടുവച്ചാലും മതി. ഞാനൊരു സെല്ലിൽ കൊണ്ടുവച്ചു. അതിനുശേഷം ഈക്വൽ സം അല്ലേ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഇതുപോലെ സെലക്ട് ചെയ്യുക. എത്രയാണോ നമ്മൾ വാല്യൂവിൽ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക. അപ്പോൾ ഇത് വന്നു. ഇവിടെയാണ് ഈ 4 സെല്ലിലെ ടോട്ടൽ വന്നിരിക്കുന്നത്. ഇതുപോലെ ചെയ്യുക. നെക്സ്റ്റ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. വേറൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടോട്ടലിനെ കുറിച്ചാണ് പറയുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ചില ഡാറ്റകൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഓരോ സെല്ലുകൾ ടൈപ്പ് ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയിൽ വേർഡുകൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഇതുപോലെ വേർഡ് ഉണ്ടാവും, ന്യൂമറിക്കൽ ഉണ്ടാവും, ആൽഫ ഉണ്ടാവും, ന്യൂമറിക്കൽ ഉണ്ടാവും, ഇതുപോലെ ഉണ്ടാവും. പല സെല്ലുകളിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് രണ്ട് ഡാറ്റയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അല്ലേ. 2 സെക്ഷനായിട്ട് ഡാറ്റ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ ഈ ഒരു സെക്ഷനിലുള്ള ഡാറ്റയും ഇതിലുള്ള ഡാറ്റയും തമ്മിൽ എല്ലാത്തിനെയും ടോട്ടൽ കാണണം. ഇതിനെ മൊത്തം ടോട്ടൽ കാണണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും സെല്ലിൽ കൊണ്ടുവയ്ക്കുക അല്ലേ. അതിനുശേഷം ഇത് കൊടുക്കണം. ഈക്വൽ സം, ഇതുപോലെ തന്നെയാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇത് കൊടുക്കുക. ഇതുപോലെ സെലക്ട് ചെയ്യുക. അതെ, മൊത്തമായിട്ട് സെലക്ട് ചെയ്തോളൂ, എടുത്തോളൂ, കുഴപ്പമില്ല. അല്ലാണ്ട് ന്യൂമർക്ക് മാത്രമായിട്ടല്ല എടുക്കേണ്ടത്, മൊത്തമായിട്ട് എടുത്താലും കുഴപ്പമില്ല. കമ്പ്യൂട്ടർ എടുക്കുമ്പോൾ ന്യൂമർക്ക് മാത്രമാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? കോമ കൊടുത്തു. അതിനുശേഷം ഏത് ഡാറ്റയാണ് അടുത്തത് വേണ്ടതെന്ന് വെച്ചാൽ അതും കൂടി സെലക്ട് ചെയ്യുക. അതിനുശേഷം എൻ്റർ ചെയ്യുക. അപ്പോൾ മനസ്സിലായല്ലോ.
നെക്സ്റ്റ് എന്താണ്? സം കഴിഞ്ഞു. നെക്സ്റ്റ് കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ ആണ്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ചില കുട്ടികൾക്ക് അറിയില്ല, കുറേ പേർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരോടും പറയുകയാണ്. കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. രണ്ട് സെല്ലുകൾ തമ്മിലുള്ള ഡാറ്റയെ അല്ലേ, കുറച്ച് കൂടുതൽ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റിനെയും ലാസ്റ്റിനെയും അല്ലേ, ഫസ്റ്റിനെയും സെക്കൻഡിനെയും എന്നാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. രണ്ട് സെല്ലുകൾ തമ്മിൽ ഈ രണ്ട് സെല്ലുകൾ തമ്മിൽ യോജിപ്പിക്കാനാണ്, കമ്പൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്തു. ഏത് സെല്ലിലായിക്കോട്ടെ കുഴപ്പമില്ല, ക്ലിക്ക് ചെയ്തു. ഈ സെല്ല് വിട്ടുകൊണ്ട് ഞാൻ ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം എന്ത് കൊടുത്തു? ഈക്വൽ കൊടുത്തു. ഈക്വൽ കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം എന്ത് കൊടുത്തു? ഏത് സെല്ലിനെയാണോ യോജിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് A2 എന്നാണ് ആ സെല്ലിൻ്റെ പേര്. എ എന്ന് പറഞ്ഞ കോളത്തിൽ 2 എന്ന് പറഞ്ഞ സെല്ലിലാണ് ഈ പേരിരിക്കുന്നത് അല്ലേ, കോമ. അതിനുശേഷം സെക്കൻഡ് സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞുതരാനുണ്ട്. A2 കോമ നെക്സ്റ്റ് എന്ന് കൊട്ടേഷൻ കൂടി വേണം. കൊട്ടേഷൻ എന്ന് വെച്ചാൽ ഡബിൾ കൊട്ടേഷൻ സ്പേസ് ഡബിൾ കൊട്ടേഷൻ. ഓക്കെ. അതിനുശേഷം എന്ത് കൊടുത്തു? കോമ കൊടുത്തു. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് സെല്ലിനെയും കൂടി കമ്പൈൻ ചെയ്യണം അല്ലേ, CK എന്ന് പറഞ്ഞിടത്ത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം എൻ്റർ ചെയ്തു. ഓക്കെ. ഇതുപോലെ വരും. എങ്ങനെയാണ്? ഈ സെല്ലിലുള്ളതും ഈ സെല്ലിലുള്ളതും ഒറ്റ സെല്ലാക്കി മാറ്റി. കണ്ടോ, രണ്ട് സെല്ലുകൾ കമ്പൈൻ ചെയ്ത് ഒറ്റ സെല്ലിലായിട്ട് വന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഈ സെല്ലും ഒരുമിച്ച് തന്നെയാണ് ഒറ്റ സെല്ലായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പം മനസ്സിലായല്ലോ? ഇതുപോലെ വരും. ഓക്കെ. എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് അടുത്തടുത്ത നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ 9633 655 795.